ഗണേഷ് കുമാർ മന്ത്രിയായ അധികാരമേറ്റപ്പോൾ തന്നെ വിവാദങ്ങളും തലപൊക്കുന്നു. ഗണേഷിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് പ്രതിഷേധവുമായി രംഗത്ത് വന്നത് UDF ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ പ്രതിഷേധമുയരുന്നത് ഇടത് ക്യാമ്പിൽ നിന്ന് തന്നെയാണ്. മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജുവിനെ പ്രതിസ്ഥാനത്ത് നിർത്തി ഗണേഷ് കുമാർ നടത്തിയ പരാമർശങ്ങളാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. KSRTCയിൽ അടിമുടി അഴിമതിയാണെന്നും അത് പരിഹരിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നുമാണ് സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ഗണേഷ് കുമാർ തുറന്നടിച്ചത്. KSRTCയിലെ വരുമാന ചോർച്ച അടയ്ക്കുകയാണ് ആദ്യ ലക്ഷ്യമെന്നും ഗണേഷ് പറഞ്ഞിരുന്നു. ഇത് മന്ത്രി എന്ന നിലയിൽ തന്റെ പ്രവർത്തനത്തെ ഇകഴ്ത്തി കാണിക്കാനും പ്രതിപക്ഷത്തിന് ആയുധം നൽകാനുമായി ഗണേഷ് കുമാർ ബോധപൂർവം നടത്തിയ നീക്കമാണെന്നാണ് ആന്റണി രാജുവിന്റെ പ്രതികരണം. ഇതിനെക്കുറിച്ച് ഇടതുമുന്നണിക്ക് അദ്ദേഹം പരാതിയും നൽകിയിട്ടുണ്ട്. ഇരുചക്ര മുച്ചക്ര വാഹനങ്ങളുടെ പുക പരിശോധനാ കാലാവധി 6 മാസമായി കുറച്ചത് സംബന്ധിച്ച തർക്കങ്ങളാണ് മുൻ മന്ത്രിയുടെയും പുതിയ മന്ത്രിയുടെയും കൊമ്പുകോർക്കലിന് പ്രധാന കാരണം. ഗതാഗത വകുപ്പിലും KSRTCയിലും നടത്തിയ പ്രവർത്തനങ്ങൾ അക്കമിട്ട് നിരത്തി ഗണേഷിനെതിരെ രൂക്ഷ വിമർശനമാണ് ആന്റണി രാജു നടത്തിയത്. സ്ഥാനമേൽക്കും മുൻപേ ഒരു വകുപ്പിൽ അഴിമതിയുണ്ടെന്ന് പ്രഖ്യാപിക്കുന്നത് മുന്നണി മര്യാദയ്ക്ക് ചേർന്നതല്ല. ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്നത് പോലെയല്ല കാര്യങ്ങൾ. ഈ വിധത്തിൽ അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ ഗണേഷ് കുമാർ കൂടുതൽ പക്വത കാണിക്കണമെന്നും മുൻ മന്ത്രി തുറന്നടിച്ചു. ഒട്ടനവധി പ്രതിസന്ധികളിലൂടെയാണ് KSRTC കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ അളവോളം അത് പരിഹരിക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. ശമ്പളവും പെൻഷനും കുടിശ്ശിക ഇല്ലാതെ ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇനി വരുന്നവർക്ക് നന്നായി ഭരിക്കാം. 2 തവണയായിട്ടാണ് ഇപ്പോൾ ശമ്പളം കൊടുക്കുന്നത്. അത് ഒറ്റത്തവണയായി വിതരണം ചെയ്താണ് ഗണേഷ് കുമാർ മിടുക്ക് കാണിക്കേണ്ടത്. ഈ വിധത്തിൽ മുനവച്ച വാക്കുകളാണ് മന്ത്രി ഗണേഷിനെതിരെ ആന്റണി രാജു തൊടുത്തുവിട്ടത്. കേന്ദ്ര നയത്തിന് വിരുദ്ധമായി BS4 വാഹനങ്ങളുടെ പുക പരിശോധനാ കാലാവധി 1 വർഷത്തിൽ നിന്ന് 6 മാസമായി കുറച്ചിരുന്നു. ആന്റണി രാജു മന്ത്രിയായിരിക്കെ 2022 ഓഗസ്റ്റ് മാസത്തിലായിരുന്നു ഇത്. ഇതിനു പുറകിൽ വലിയ അഴിമതികൾ നടന്നതായി പ്രതിപക്ഷം ആക്ഷേപമുയർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ആന്റണി രാജു രാജിവെക്കുമെന്ന് ഉറപ്പായപ്പോൾ പുക പരിശോധനാ കാലാവധി 6 മാസത്തിൽ നിന്ന് 1 വർഷമായി മാറ്റിക്കൊണ്ട് ഉത്തരവുണ്ടായി. ഗണേഷ് കുമാറിന്റെ അറിവോടെ ചില ഉദ്യോഗസ്ഥരാണ് ഇതിന് പിന്നിൽ കളിച്ചതെന്നാണ് ആന്റണി രാജുവും ഒപ്പമുള്ളവരും കരുതുന്നത്. മന്ത്രി ഗണേഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് മോട്ടോർ വാഹന വകുപ്പിലും KSRTCയിലും കൂട്ടസ്ഥലം മാറ്റം നടന്നതും ഗണേഷിനെ പ്രകോപിപ്പിച്ചിരുന്നു. ഇരു നേതാക്കളും തമ്മിലുള്ള രൂക്ഷമായ ശീതസമരത്തിന് ഇതാണ് കാരണം. അതേസമയം ഈ വിധത്തിലുള്ള പ്രസ്താവനകൾ ഇനി നടത്തരുതെന്ന കർശന നിർദ്ദേശം ഇടതുമുന്നണി നേതൃത്വം ഇരു നേതാക്കൾക്കും നൽകിയിട്ടുണ്ട്. ഏതു വിധേനയും മുഖമിനുക്കാനുള്ള കഠിനാധ്വാനമാണ് പിണറായി സർക്കാർ ഇപ്പോൾ നടത്തിവരുന്നത്. അതിനിടയിൽ കൂട്ടത്തിൽ നിന്ന് തന്നെ ഈ വിധത്തിൽ അസ്വാരസ്യങ്ങൾ ഉയർന്നു വരുന്നതിനെ അംഗീകരിക്കാനാവില്ല എന്ന നിലപാട് തന്നെയാണ് ഇടതുമുന്നണിക്കുള്ളത്. ആന്റണി രാജു തനിക്കെതിരെ രൂക്ഷ പ്രതികരണങ്ങൾ നടത്തിയിട്ടും അതേ നാണയത്തിൽ ഗണേഷ് കുമാർ പിന്നീട് പ്രതികരിക്കാതിരുന്നതും അതുകൊണ്ട് തന്നെയാണ്.